ഈയിടെയായിട്ട് നമ്മുടെ വീഡിയോയുടെ അടിയിൽ ഏറ്റവും കൂടുതൽ കമന്റ് വരുന്നത് എന്താ? ഏറ്റവും അഫോർഡബിൾ ബഡ്ജറ്റിൽ ഒരു ഡീസന്റ് നഴ്സിംഗ് കോളേജ് റെഫർ ചെയ്ത് കൊടുക്കാനാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ഏറ്റവും ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഏറ്റവും അഫോർഡബിൾ റേഞ്ചിൽ ഒരു ആവറേജ് കോളേജ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. സോ ഇപ്പം താൽക്കാലികമായിട്ട് ഇവിടെ മഴ പെയ്യുന്നുണ്ട്, നമുക്ക് ബാക്കി അകത്ത് സംസാരിക്കാം. ഈ ഒരു അഫോർഡബിൾ റേഞ്ചിലുള്ള ഈ ഒരു കോളേജ് തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്യാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? മെയിനായിട്ടും നമ്മൾ ബഡ്ജറ്റ് ആണല്ലോ നോക്കുന്നത്. ഇപ്പോൾ BSc നഴ്സിംഗിന് 795 എന്നുള്ള ബഡ്ജറ്റ് ഇപ്പം ഫുഡ്, അക്കോമഡേഷന്, ബുക്സ്, യൂണിഫോം എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ 795 പറയുന്നത്. ആ ഒരു ബഡ്ജറ്റ് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതെ 33 വർഷം പഴക്കമുള്ള ഒരു നഴ്സിംഗ് കോളേജാണിത്. 33 വർഷം കഴിഞ്ഞ 33 വർഷങ്ങളായിട്ട് അവർ വിജയകരമായിട്ട് ഒരുപാട് കുട്ടികളെ നഴ്സിംഗ് പഠിപ്പിച്ചിറക്കിയിട്ടുള്ളൊരു കോളേജാണ്. പിന്നെ മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ബഡ്ജറ്റ് താഴ്ത്തത് കൊണ്ട് മാത്രമല്ലല്ലോ കാര്യം, ആ ബഡ്ജറ്റ് താഴ്ത്തിക്കൊണ്ട് കുട്ടികൾക്ക് ഗുഡ് എഡ്യൂക്കേഷൻ ആൻഡ് ഗുഡ് പ്രാക്ടീസ് കൊടുക്കാൻ പറ്റുന്ന കോളേജാണല്ലോ നമ്മൾ നോക്കുന്നത്. സോ അത് ഇവർക്ക് പറ്റുന്നുണ്ടെന്ന് കണ്ടപ്പോഴാണ് നമ്മളിവിടെ വന്ന് വീഡിയോ എടുക്കാൻ വരാൻ കാരണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ബഡ്ജറ്റ് ഓറിയന്റഡ് ക്യാമ്പസ് ആണ്. സോ ഇത്രയും 33 വർഷത്തെ പഴക്കമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ബിൽഡിങ്ങിനും സത്യം പറഞ്ഞാൽ ആ ഒരു പഴക്കം കാണുന്നുണ്ട്. പക്ഷേ കുട്ടികൾക്ക് ഈ അഫോർഡബിൾ റേഞ്ചിൽ നല്ലൊരു എഡ്യൂക്കേഷൻ കിട്ടുന്ന ഒരു സ്ഥാപനമാണ്. അപ്പം നമുക്ക് ഈ ഒരു ക്യാമ്പസിനകത്തുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ക്ലാസ് റൂമും ലാബും ലൈബ്രറി ഒക്കെ നോക്കിയിട്ട് ഇത് ഇവിടുത്തെ ക്ലാസ് റൂമാണ്. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ക്ലാസ് റൂം, നല്ല ഡെസ്കും സീറ്റിംഗ് ഒക്കെ നല്ല പ്രോപ്പറായിട്ട് കൊടുത്തേക്കുന്നു. വൈറ്റ് ബോർഡ് അവൈലബിൾ ആണ്. പിന്നെ ക്ലാസ്സിൽ CCTV സർവൈലൻസ് ഉണ്ട്. അത്യാവശ്യം ഫാനും കാര്യങ്ങളും ഒക്കെ നമ്മൾ ആ ഇൻഫ്ര പഴയതാണെങ്കിൽ പോലും ഫെസിലിറ്റീസ് അത്യാവശ്യം നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇത് ഇവിടുത്തെ ലൈബ്രറിയാണ്. ഇതും അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് ലൈബ്രറി, ഇനഫ് നമ്പർ ഓഫ് ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഓരോ എഡിഷൻ ആണെങ്കിലും ഡിഫറെൻറ്റ് എഡിഷൻ ഉണ്ട്. ഓരോ എഡിഷനിലും ഇനഫ് നമ്പർ ഓഫ് ബുക്സ് ഒക്കെ അവൈലബിൾ ആണ്. ഒരു 2500-3000+ ബുക്സ് നഴ്സിംഗ് കുട്ടികൾക്ക് മാത്രമായിട്ട് അവൈലബിൾ ആണ്. ഇത് ഇവിടുത്തെ അനാറ്റമി ആൻഡ് ഫിസിയോളജി ലാബാണ്. നമുക്ക് ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് എന്താ പറയുക ഒറിജിനൽ ബോൺസ് അവൈലബിൾ ആണ്. സ്കളാണെങ്കിലും ഓരോ ഡിഫറെൻറ്റ് ബോൺസുകൾ, റിബ്സ്, സ്കളുകൾ ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഫുൾ നമുക്ക് സ്കെൽട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ചിലതൊക്കെ ഡെമോ പീസുകളാണ്, ചിലത് ഒറിജിനൽ ഉണ്ട്. പിന്നെ ഈ ഒരു റാക്ക് ഫുള്ളായിട്ട് ഇവർക്ക് ഒറിജിനൽ അല്ലാത്ത ബോൺസ് അവൈലബിൾ ആയിരിക്കുന്നതിൻ്റെ ഈ ഡെമോ ബോൺസുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സൈഡിലായിട്ട് കുറേ ഡെമോ നമുക്ക് ഡെമോ പീസുകൾ, ഇപ്പം നമുക്ക് സ്കൾ അല്ലാണ്ടുള്ള ബോഡി പാർട്സിൻ്റെ ഡെമോ പീസുകൾ കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും കുട്ടികൾ ചെയ്തേക്കുന്ന പ്രൊജക്ട് ബോക്സുകൾ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഇവിടുത്തെ അനാറ്റമി പോലെ തന്നെ ഇതേ റൂമിൽ തന്നെയാണ് ഫിസിയോളജിയുടെ സെക്ഷനും വരുന്നത്. അത്യാവശ്യം മൈക്രോസ്കോപ്സും കാര്യങ്ങളും പിന്നെ ബ്ലഡ് അനാലിസിസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെൻസും അപ്പാരറ്റസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വാർഡ്രോബിൽ കാണാൻ പറ്റുന്നത്. BP അപ്പാരറ്റസ്, സിഗ്മോ മാനോമീറ്റർ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഫൗണ്ടേഷൻ ലാബാണ്. ഫൗണ്ടേഷൻ ലാബിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്സിജൻ സിലിണ്ടേഴ്സുകളും പിന്നെ നമുക്ക് ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെറിലൈസേഷൻ യൂണിറ്റ്, അത് പല സൈസുകളിലുള്ള സ്റ്റെറിലൈസേഷൻ യൂണിറ്റുകൾ കാണാം. വാക്യൂം മെഷീൻസുകൾ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ഈ ഒരു അലമാലകളിലായിട്ടാണ്. കാരണം കുട്ടികൾക്ക് പ്രാക്ടീസ് ടൈമിൽ മാത്രം പുറത്തോട്ട് എടുക്കാതെ കിഡ്നി ട്രേസുകൾ, ഇവർക്ക് ക്യാരി ചെയ്യാനുള്ള ബോക്സുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയും ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഈ ഒരു വാർഡ്രോബിലും സൂക്ഷിച്ചിട്ടുണ്ട്. മെഡിക്കേഷൻ ട്രേകളും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ആവശ്യം വരുന്ന ടൈമിൽ കുട്ടികൾക്ക് ഡെമോസും കാര്യങ്ങളും ക്ലാസ്സസും കൊടുക്കുന്ന ടൈമിൽ മാത്രമാണ് പുറത്തേക്ക് എടുക്കുന്നത്. ഇത് ഇവിടുത്തെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ നിൽക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ്. നമ്മൾ പറഞ്ഞല്ലോ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു ക്യാമ്പസാണ്. സോ അതിൻ്റേതായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കാവൂ. പിന്നെ എഡ്യൂക്കേഷൻ വൈസ് ഇപ്പോൾ ലാബാണെങ്കിലും ക്ലാസ്സുകളാണെങ്കിലും ഒക്കെ അത്യാവശ്യം പ്രോപ്പറാണ്, കുഴപ്പമൊന്നുമില്ല. ഹലോ, എല്ലാവരും പേരും സ്ഥലവും ഒന്ന് പറയോ? എൻ്റെ പേര് സവിൻ, ഞാൻ മലപ്പുറത്ത് നിന്നാണ്. മലപ്പുറത്ത്. എൻ്റെ പേര് നിയാസ്, ഞാൻ വരുന്നത് മലപ്പുറത്ത്. എൻ്റെ പേര് മിഷാല്, മലപ്പുറം. 3 പേര് മലപ്പുറംകാരാണ്. ഫസ്റ്റ് ഇയർ നഴ്സിംഗ് കുട്ടികളാണ്, BSc നഴ്സിംഗ് കുട്ടികളാണ്. എക്സാം ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മളൊരു റിവ്യൂ ചോദിച്ചത്. അപ്പോൾ കുട്ടികളോട് തന്നെ ചോദിച്ചു നോക്കാം, എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ക്ലാസ്സസ് ഒക്കെ? എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ട് മനസ്സിലാവുന്നുണ്ടോ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ? നിങ്ങൾക്ക് ലാബും കാര്യങ്ങളൊക്കെ എല്ലാം നല്ലതുപോലെ പറഞ്ഞു തരുന്നുണ്ടോ? കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾക്ക് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ക്യാമ്പസ് ആണ്.
സോ അതുകൊണ്ട് തന്നെ ഇൻഫ്രയിൽ നിങ്ങൾക്ക് ഒരു ഇതുണ്ട്, എന്നാലും നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ വൈസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പോകുന്നുണ്ടല്ലോ, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ ഹോസ്റ്റലിൽ ഇപ്പം ഹോസ്റ്റൽ എങ്ങനെയുണ്ട്? ഹോസ്റ്റൽ ഫെസിലിറ്റി സൗകര്യമുള്ള ഹോസ്റ്റലാണ്. ഹോസ്റ്റൽ ഫെസിലിറ്റിയിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പ്രോഗ്രാംസ് ഒക്കെ നടക്കാറുണ്ടോ? ഫെയർവെൽ ആയിട്ടുണ്ട്. ഫ്രഷേഴ്സ് ഉണ്ടായിരുന്നു? നിങ്ങൾ ഫസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. നല്ല പ്രോഗ്രാം ആയിരുന്നു. ഗസ്റ്റ് ഒക്കെ ആരാ വന്നേ? അങ്ങനെയല്ല, നിങ്ങൾ അല്ലാണ്ട് പ്രോഗ്രാംസ് ആയിട്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് പോസ്റ്റിങ്സിനെ പറ്റിയൊന്നും നിങ്ങൾക്ക് അറിയില്ല. അപ്പം സീനിയേഴ്സ് ഒക്കെ പോസ്റ്റിങ്സിനെ പറ്റിയൊക്കെ എങ്ങനെയാണ്? അവർക്ക് അത്യാവശ്യം കൊണ്ടുപോകാറുണ്ടോ അവരെ? അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല പ്രാക്ടീസ് ഒക്കെ കിട്ടും. നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത്, അപ്പോൾ നല്ലതായിട്ട് പ്രാക്ടീസ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഫുഡിനെ പറ്റി ചോദിച്ചില്ല. ഫുഡ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ശീലായി. ഓക്കെ. ഓവറോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ശരി, താങ്ക് യു. ഹലോ, രണ്ടുപേരും പേരും സ്ഥലവും ഒന്ന് പറയോ? ഞാൻ അലീന, കണ്ണൂരിൽ. എൻ്റെ പേര് സിയ, ഞാൻ ഇടുക്കി. രണ്ടുപേരും BSc നഴ്സിംഗ് ഫസ്റ്റ് ഇയർ ആണ്. ഓക്കെ. എങ്ങനെയുണ്ട് നിങ്ങളുടെ കോളേജ് എഡ്യൂക്കേഷൻ വൈസ്? എങ്ങനെയുണ്ട്? എഡ്യൂക്കേഷൻ വൈസ് നല്ലതാണ്. ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്, നന്നായിട്ട് മനസ്സിലാവും. നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ വീണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും. മോളെ, നിങ്ങൾക്ക് ഇംഗ്ലീഷിലല്ലേ ക്ലാസ് എടുക്കുന്നതെല്ലാം? മനസ്സിലാവുന്ന രീതിയിൽ എടുത്തു തരും, മനസ്സിലാവും പറയുന്നതെല്ലാം. പിന്നെ ചിലർക്ക് അങ്ങനെയല്ല, ക്യാച്ച് ചെയ്യാൻ പറ്റാത്തവർക്ക് അവർക്ക് പിന്നെ പറഞ്ഞു കൊടുക്കും. പറ്റില്ലാത്തവർക്ക് ടൈം എടുത്തവർ പറഞ്ഞു തരുന്നുണ്ട്. മലയാളം അറിയാം. മലയാളി കുട്ടികളാണല്ലോ പഠിക്കുന്നതൊക്കെ, അപ്പൊ പിന്നെ അവർ പഠിച്ചല്ലേ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പം നിങ്ങൾ വന്നപ്പോൾ ഫ്രഷേഴ്സ് ഡേ ഒക്കെ ഉണ്ടായിരുന്നോ? നല്ല പ്രോഗ്രാം ഒക്കെ ആയിരുന്നു. നല്ല പ്രോഗ്രാം ആയിരുന്നു. പിന്നെ ചോദിക്കാന്ന് വെച്ചാൽ ഹോസ്റ്റൽ ഫെസിലിറ്റി എങ്ങനെയുണ്ട്? നല്ല ഇത് തന്നെയാണ്. ഒരു റൂമില് ഞങ്ങളുടെ ഫസ്റ്റ് ഇയേഴ്സ് വരുമ്പോ ഒരു റൂമിൽ 6 പേര് വെച്ച്, പിന്നെ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകുമ്പോ 8 അങ്ങനെ കിടക്കാം. ഇതൊക്കെ ഭയങ്കര കൺജസ്റ്റഡ് ആണോ അതോ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളൊക്കെ ആണോ? ചിലത് അത്യാവശ്യം കിട്ടുന്ന പോലെ ഇരിക്കും അല്ലേ? ഓക്കെ. അപ്പം നിങ്ങൾ പോസ്റ്റിങ്സിനൊന്നും പോയി തുടങ്ങിയിട്ടില്ല? ലാബിലൊക്കെ കയറി തുടങ്ങിയോ? ലാബിലൊക്കെ പോകുമ്പോൾ ടീച്ചേഴ്സ് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്ത് തരാറുണ്ടോ? എല്ലാ എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാറുണ്ട്. ഓക്കെ. പിന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സീനിയേഴ്സ് ഒക്കെ പോസ്റ്റിങ്സിനെയൊക്കെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പോസ്റ്റിങ്സ് കൊണ്ടുപോകുന്നത് നല്ലതാണെന്നോ അല്ലെങ്കിൽ പ്രാക്ടീസ് ഒക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? പ്രാക്ടീസ് കിട്ടുന്നുണ്ട്. ഇവിടുന്ന് നമ്മളെ കൊണ്ടുപോകുന്നത് ബസ്സിന് കൊണ്ടുപോകും. അടുത്ത് 3 ഹോസ്പിറ്റൽ ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഓരോ ബാച്ചിനും അടുത്ത് കെആർപുരം ഹോസ്കോട്ടെ അങ്ങനെ 2 ഇടത്തേക്ക് ബസ്സിന് കൊണ്ടുപോകും. നമ്മളെ ബസ്സിന് കൊണ്ടുവരും. എല്ലാ കാര്യം ഇപ്പം നിങ്ങൾക്ക് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ബസ്സിന് കൊണ്ടുപോകും. അപ്പം നിങ്ങൾ വീട്ടിലൊക്കെ പോകുന്നത് എങ്ങനെയാണ്? ഇവിടുന്ന് ബസ്സിന് പോകും. എല്ലാവരും ഒരുമിച്ച് പോകുമായിരിക്കും. അങ്ങനെയായിരിക്കും പോകുന്നത്. ഓക്കെ. അപ്പോൾ ഓവറോൾ നിങ്ങളുടെ ക്യാമ്പസിന് ഇപ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ക്യാമ്പസ് ആണ്. അപ്പോൾ ആ ഒരു ബഡ്ജറ്റ് കൊടുക്കുന്നതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ കോളേജിൽ? ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാമ്പസിൻ്റെ ഫുള്ളി വീഡിയോ നിങ്ങളെ കാണിച്ചു. ഇനി ഫൈനൽ ഏരിയ നമ്മളുടെ റിവ്യൂ. അപ്പോൾ ഞങ്ങൾ നോക്കിയെടുത്തോളം ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഈ ഒരു ക്യാമ്പസ് ഞങ്ങൾ ഫുള്ളി ഒന്ന് കണ്ടതിന് ശേഷമാണ് വീഡിയോ എടുത്തത്. സോ ഈ ഒരു ക്യാമ്പസ് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അഫോർഡബിൾ ബഡ്ജറ്റ്, സാധാരണക്കാർക്ക് അഫോർഡബിളായിട്ട് താങ്ങാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റിൽ നേഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഇത്. കാര്യം വലിയൊരു ഹൈഫൈ ഫെസിലിറ്റി ഒന്നുമല്ല, ഒരു ആവറേജ് ഫെസിലിറ്റി. പക്ഷേ ഇതിൻ്റെ ഒരു പാരമ്പര്യം നോക്കുകയാണെങ്കിൽ ഒരു 33 വർഷത്തെ പഴക്കമുണ്ട്. ടീച്ചേഴ്സിൻ്റെ സംസാരിച്ച് നമുക്ക് മനസ്സിലായത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ടീച്ചേഴ്സാണ്. പിന്നെ ഫുഡും അത്യാവശ്യം ഒരു ആവറേജ് റിവ്യൂ ആണ് കുട്ടികൾ പറഞ്ഞത്. ഇപ്പോൾ അവർ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് മലയാളി കുക്കറെ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ബഡ്ജറ്റിൽ ആരെങ്കിലും മലയാളി ഷെഫോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റെക്കമെൻഡ് ചെയ്താൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ക്യാമ്പസ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇവരുടെ INC KNC അപ്രൂവൽ എല്ലാം ഇവർക്ക് ഉള്ളതാണ്. സോ അപ്രൂവലിന്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. എഡ്യൂക്കേഷൻ ആണെങ്കിലും കുട്ടികൾ നല്ല എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ അവർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പം മനസ്സിലായില്ലെങ്കിൽ അവർ വീണ്ടും ടൈം എടുത്ത് ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ പോസ്റ്റിങ്സിന് കൊണ്ടുപോകുന്ന മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുമാണ്. സോ അതുകൊണ്ട് കുട്ടികൾക്ക് നല്ല പ്രാക്ടീസ് കൊടുക്കുന്നതാണ്. കുറേ പേരുടെ ഒരു മിസ്കൺസെപ്ഷനാണ് നമുക്ക് ഓൺ ഹോസ്പിറ്റൽ ഉണ്ടെങ്കിലേ പ്രാക്ടീസ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും നമ്മൾ പറയുന്നു നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് കുറച്ചും കൂടി നമ്മൾ ഓൺ ഹോസ്പിറ്റലിനെക്കാട്ടി നമുക്ക് പ്രാക്ടീസ് കിട്ടുന്ന അവിടെ ആയിരിക്കും. കാരണം പേഷ്യൻസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. ഓഫ് കോഴ്സ് പേഷ്യൻസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും.
അപ്പോൾ ഈ ഒരു ക്യാമ്പസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു ക്യാമ്പസിലേക്കുള്ള അഡ്മിഷൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ തന്നെ അടിപൊളി ഒരു കോളേജുമായിട്ട് വരുന്നവരേക്കും ബൈ.